നമ്മൾ സാധാരണ പള്ളികളിൽ നോമ്പ് തുറക്കാറുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഹോട്ടലുകളിൽ നോമ്പ് തുറക്കാറുണ്ട്, റൂമിൽ നോമ്പറൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ചേർന്ന് വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ റൂമിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് നോമ്പ് തുറന്നാലോ? അതാണ് ഇന്നത്തെ നോമ്പ് തുറയുടെ പ്രത്യേകത. ഇന്ന് നോമ്പിൻ്റെ 5-ാം ദിവസമാണ്. ഈ നോമ്പ് തുറയുടെ വിശേഷങ്ങൾ കാണാം. ഫോസയുടെ ഈ വർഷം നമ്മളെല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് എല്ലാവരും അവനവൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുവന്നുകൊണ്ട് എല്ലാവർക്കും സപ്ലൈ ചെയ്തുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടെയാണ് നമ്മളിത് നോമ്പുതുറ തുടങ്ങിയത്. ആദ്യമായിട്ട് നമ്മൾ തുടങ്ങി കുറിക്കുന്നത് റമദാനിൽ നിന്ന് തുടങ്ങാൻ. റമദാൻ്റെ ഒരു മജ്ലിസോടുകൂടി ഞങ്ങൾ സയാസിയുടെ ഫെസ്റ്റിവൽ അരീന സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് പാർക്കിലൊക്കെ ഇപ്പോൾ വളരെയധികം പരിമിതികളുണ്ട് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ഫർണിഷ്ഡ് ആണ്, നിങ്ങൾക്ക് സാധനം വരാം, പള്ളി സൗകര്യമുണ്ട്, നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്, ടെൻ്റ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു നോമ്പ് തുറക്കാനും ഒത്തുതീരാനും അതുപോലെ പാർട്ടീഷൻ ചെയ്ത് പ്രൈവസി ആക്കാനൊക്കെ ഉള്ള സൗകര്യമാണ് സെഞ്ചുറി മാളിൻ്റെ തൊട്ടടുത്തുള്ള ഫോക്ലോർ തിയേറ്ററിൻ്റെ സമീപത്താണ്. നമ്മൾ നാട് വിട്ട് നിൽക്കുമ്പോൾ പ്രവാസിയാകുമ്പോൾ നമുക്ക് ആകെയുള്ളൊരു സമാധാനം എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള അസോസിയേഷനുകളും കൂട്ടായ്മകളും ഒക്കെയാണ്. ഈ ഫോസ ദുബായിയുടെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഇഫ്താർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. That's all for today. See you in the next video.